നമ്മുടെ ബെൽറ്റ് ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ക്യാൻവാസും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് 1/2 ഇഞ്ച് വിട്ട് ഇതിൽ തച്ച് പിടിപ്പിക്കണം. ഇവിടെ തച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിടാം. ഇനി ഇത് നമ്മൾ നല്ല വശത്തേക്ക് തിരിച്ചിട്ട് ലെവലാക്കി ക്യാൻവാസിൽ കയറാതെ സൈഡിൽ കൂടെ അടിച്ചെടുക്കണം. ഇനി അത് കട്ട് ചെയ്ത് മാറ്റണം. ബാലൻസുള്ള തുണി കട്ട് ചെയ്ത് മാറ്റിയ ശേഷം തിരിച്ചിടാം. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ അടിച്ചിടും. അടിച്ചെടുക്കാം. ഈ സ്റ്റിച്ച് ഇവിടുന്ന് ഇവിടെ വന്ന് ഇങ്ങനെയാണ് വന്നേക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ വന്ന് ഈ ബെൽറ്റിൻ്റെ അവിടെ വരുമ്പോൾ രണ്ട് സ്റ്റിച്ച് താഴോട്ടിറക്കി ഈ ബെൽറ്റിൻ്റെ ഈ അറ്റം വരെ വന്ന് മുകളിൽ 2 സ്റ്റിച്ച്, വീണ്ടും താഴോട്ട് 2 സ്റ്റിച്ച്, ഇവിടെ വന്ന് മുകളിൽ 2 സ്റ്റിച്ച് കയറി ഇങ്ങനെ വന്ന് ഈ സൈഡിൽ കൂടെ ഇറങ്ങിയാൽ മതി. നമ്മുടെ ബെൽറ്റ് വെച്ച് പിടിപ്പിക്കുകയാണ് മുകളിലേക്ക്. പോക്കറ്റ് വച്ച് പിടിപ്പിച്ച സൈഡാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഇവിടെ തൊട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇതിലേക്കൂടെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വന്ന് അവസാനിക്കണം. പക്ഷേ നമ്മൾ എന്താണ് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞപ്പം, നമ്മൾ പോക്കറ്റിൻ്റെ ഇവിടെ ഇത്ര ഭാഗം നമ്മളിങ്ങനെ ഓപ്പൺ ഇട്ടിട്ടുണ്ട്. ആ ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇട്ടേക്കുന്ന ഓപ്പൺ അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇനി സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണ്. സൈഡ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫുള്ള് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഒരു സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡും ഇനി അടിച്ചെടുക്കാം. ഇവിടെ നമ്മൾ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്റ്റിച്ച് അടിച്ചതിൻ്റെ മുകളിൽ കൂടെ തന്നെ രണ്ടാമത്തെ സ്റ്റിച്ചും അടിക്കണം. അത് കഴിഞ്ഞ് അടിഭാഗം മടക്കി തയ്ക്കാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം 2 സൈഡും. അടിഭാഗം മടക്കി തച്ചിട്ടുണ്ട്. 2 സൈഡും മടക്കി തച്ചിട്ടുണ്ട്. ഇനി ക്രോച്ചിൻ്റെ സൈഡ് ഒരുമിച്ച് തയ്ക്കാനാണ്. പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഇത്രയാവുമ്പോഴത്തേക്കും നമ്മുടെ സ്റ്റിച്ചിങ് കഴിയും. നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്.